അന്തരിച്ച ചലച്ചിത്ര സംവിധായകൻ ഹരികുമാറിന് വിട നൽകാൻ കലാകേരളം പാങ്ങോട് ചിത്രനഗറിലെ വീട്ടിലും വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലും പൊതുദർശനം. ഉച്ചയ്ക്ക് 2:30 ശാന്തി കവാടത്തിലാണ് സംസ്കാരം. വിഷ്ണു കരുണാകരന്റെ റിപ്പോർട്ട്. ഇന്നലെ വൈകിട്ടോടെയാണ് സംവിധായകൻ ഹരികുമാർ അന്തരിച്ചത്. ഏറെ നാൾ ചലച്ചിത്ര ലോകത്തിന് വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകിയ ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. 3 പതിറ്റാണ്ടോളമാണ് അദ്ദേഹം ചലച്ചിത്ര രംഗത്ത് സജീവമായി നിന്നിരുന്നത്. സംവിധായകൻ എന്നുള്ള നിലയിലപ്പുറം തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിലും പേരെടുത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ഏതായാലും സുഹൃതം അടക്കമുള്ള നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. 18 ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത്. സദ്ഗമയ, പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ, പുലർവെട്ടം, സ്വയംവരപ്പന്തൽ, ഉദ്യാനപാലകൻ അടക്കം നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. സുഹൃതം എന്നുള്ള ചിത്രത്തിനായിരുന്നു ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിച്ചത്. MT വാസുദേവൻ നായരുടെ തിരക്കഥയിലൂടെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കിയ ചിത്രമായിരുന്നു അത്. അദ്ദേഹത്തിന്റെ 1994 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന് ദേശീയ അവാർഡ് അടക്കമുള്ളത് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. മികച്ച പശ്ചാത്തല സംഗീതത്തിനായിരുന്നു അത് ലഭിച്ചത്. അത്തരത്തിലുള്ള ഒരു വലിയ ചലച്ചിത്ര സംഭാവന നൽകിയ ഒരു വ്യക്തി കൂടി തന്നെയായിരുന്നു സംവിധായകൻ ഹരികുമാർ. 70 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഉടൻ തന്നെ ഈ ഭൗതികദേഹം പൊതുദർശനത്തിനായി വൈലോപ്പള്ളി സംസ്കൃത ഭവനിലേക്ക് കൊണ്ടുപോകും. അവിടെ ഏകദേശം പൊതുദർശനത്തിന് ശേഷമായിരിക്കും ഉച്ചയ്ക്ക് 2:30 തന്നെ ശാന്തി കവാടത്തിൽ സംസ്കരിക്കുന്നത്. ഏതായാലും വിവിധ തരത്തിലുള്ള ചലച്ചിത്ര മേഖലയിലുള്ള ആളുകളും ബന്ധുക്കളുമൊക്കെയും ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ചലച്ചിത്ര മേഖലയ്ക്ക് തീരാത്ത ഒരു വലിയ ഒരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം. ഏതായാലും ഇന്ന് ഉച്ച 2:30 തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാകുന്നത്. അന്തരിച്ച ചലച്ചിത്ര താരം കനകലതയുടെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു അന്ത്യം. മറവി രോഗവും പാർക്കിൻസൺസും ബാധിച്ച് ചികിത്സയിലായിരുന്നു. നാടകത്തിലൂടെ വെള്ളിത്തിരിയിലെത്തിയ കനകലത മലയാളത്തിലും അന്യഭാഷകളിലുമായി 350-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്.